ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വുഡ് ആർട്ടായിട്ടാണ്, വുഡ് പെയിൻറ്റിങ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ വുഡിൻ്റെ പീസ് ഞാൻ അറേഞ്ച് ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മരം മുറിക്കുന്ന കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡാഡി വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിലൊരു ചെറിയ പ്രോബ്ലം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കര റഫാണ് കേട്ടോ ഈ ഒരു പീസ്. കാരണം അവർ കട്ട് ചെയ്ത് തരുമ്പം അതിൻ്റെ സർഫേസ് കുറച്ച് റഫാണ്. അപ്പോൾ പെയിൻറ്റിൻ്റെ അത്ര മൂവ്മെൻ്റ് ഒന്നും അത്ര സ്മൂത്ത് അല്ല. എങ്കിലും ഞാനിതിൽ കുറച്ച് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഉരച്ച് ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്രഷ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു റഫ്നെസ് അപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്ഷന് വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്കിലും ഇതൊരു എക്സ്പെരിമെൻ്റൽ ട്രൈ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒരു ഫോറസ്റ്റ്, ഒരു ലേക്കിനടുത്തുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് പോർഷൻ ഞാൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലേക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല വെറൈറ്റി യെല്ലോ കളേഴ്സാണ് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത്. യെല്ലോ ഓച്ചർ, യെല്ലോ ലെമൺ യെല്ലോ, മീഡിയം യെല്ലോ, ഓറഞ്ച് ആൻഡ് ഡാർക്ക് ബ്രൗൺ. അതാണ് ഒരു സൈഡിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ നെക്സ്റ്റ് സൈഡിൽ ഇത് ലെമൺ യെല്ലോ, അതുപോലെ തന്നെ ലീഫ് ഗ്രീൻ, പിന്നെ ഞാൻ എടുക്കുന്നത് മീഡിയം യെല്ലോ, അതുപോലെ തന്നെ സാപ്പ് ഗ്രീൻ. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സാപ്പ് ഗ്രീൻ ആണ്. സാപ്പ് ഗ്രീനും പിന്നെ നമ്മുടെ അൾട്രാമറൈൻ ബ്ലൂവും കൂടി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ 5 കളേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നമുക്ക് ആ ഫോറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കളേഴ്സ് അവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്കൈ ചെയ്യാനായിട്ട് സെറൂലിയൻ ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും നമുക്ക് എടുക്കാം. അത് രണ്ടും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സ്കൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം നമുക്ക് സ്കൈ ചെയ്തെടുക്കാനുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അത്ര പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വെള്ളം തൊട്ട് കൊടുത്തിട്ടാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രോപ്പറായിട്ട് എനിക്കത് ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് ശരിയാവുന്നില്ല ഈ ഒരു സർഫസിൽ. എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ ഒരു ഡാർക്ക് ബ്രൗണും യെല്ലോയും ഓറഞ്ചും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് നമുക്ക്, ആ ഒരു സൈഡ് പോർഷൻ നമുക്ക് ഇതുണ്ടാവില്ലേ മേപ്പിൾ ലീവ്സിൻ്റെ ഒക്കെ ആ ഒരു കളേഴ്സിലേക്കാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഗ്രീനിഷ് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗ്രീനിഷ് ഷെയ്ഡോട് കൂടിയിട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡിൽ ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് വരിക. കുറച്ച് പൈൻ ട്രീസും അതുപോലെ തന്നെ കുറച്ച് ബുഷസ് ആയിട്ടുള്ള ടൈപ്പ് ട്രീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്ട്രോക്സ് പ്രോപ്പറായിട്ട് വരാൻ ഏറ്റവും നല്ലത് ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ളതിലത്തെ വലിയ ഫ്ലാറ്റ് ബ്രഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ടേപ്പ് റിമൂവ് ചെയ്യാം. ടേപ്പ് റിമൂവ് ചെയ്തിട്ട് താഴേക്ക് നമ്മുടെ ഈ മരങ്ങളുടെയൊക്കെ ആ ഒരു ഷാഡോ വരാൻ വേണ്ടിയിട്ടാണ് ഇനി താഴേക്ക് നമ്മൾ സെയിം കളറിൽ തന്നെ ലൈൻസ് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ താഴെ ഞാൻ ആ ഒരു ലേക്ക് വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ടീൽ ബ്ലൂവും അതുപോലെ തന്നെ സെറൂലിയൻ ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ലേക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ലൈറ്റർ ഷെയ്ഡാക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു സ്കൈയുടെ ഷേപ്പ് കൂടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ താഴെ. അപ്പോൾ നമ്മുടെ ലേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള കളേഴ്സിനെയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അത് താഴേക്ക് ഇങ്ങനെ ലൈൻ വരുന്ന രീതിയിൽ താഴേക്കാണ് അതിൻ്റെ സ്ട്രോക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷാഡോ പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. താഴേക്ക് ഇങ്ങനെ സ്ട്രോക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാഡോ എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാവോ അത്രത്തോളം നമുക്ക് കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലേക്കിലേക്കുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മുകളിലത്തെ ഫോറസ്റ്റ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ.
ഇത് ഞാൻ ഈ ഒരു വുഡൻ പീസ് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പുറത്ത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ ചെറിയൊരു 6 ഇഞ്ചസിൻ്റെ പീസിന് വന്നത് 200 റുപ്പീസായിരുന്നു. എങ്കിലും ഞാനത് ഹോൾസെയിൽ കടയിൽ നിന്ന് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എനിക്കത് 78 റുപ്പീസിനും കണ്ട് കിട്ടിയായിരുന്നു. എങ്കിലും അത് ഇത്തിരി റേറ്റ് കൂടുതലല്ലേ, നമുക്ക് ഒരു വുഡ് പീസൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വുഡ് പീസ് കിട്ടാൻ വേണ്ടിയിട്ട് മരക്കമ്പനിയിൽ ഞാൻ ചോദിച്ചു. അവർ അറിയുന്നവരായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്ക് തരുകയാണ് ചെയ്തത്. പക്ഷേ അവർക്കൊരു ലെവൽ വിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല സ്മൂത്ത് ആക്കി കിട്ടില്ല. അതാണ് ഒരു ഫോൾട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം ഇതിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കി. ഇനി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് വാൾപുട്ടിയോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റനാക്കിയ ശേഷം പെയിൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ട്രൈ ചെയ്ത പിക്ചറും ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്കൈയിൽ ക്ലൗഡ്സ് വേണം. ക്ലൗഡ്സിനായിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുൻപ് ഞാൻ പൈൻ ട്രീസ് ചെയ്തിരുന്നു. ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പൈൻ ട്രീസ് ചെയ്തത്. അത് നിങ്ങൾക്ക് നേരത്തെ എൻ്റെ പെയിൻറ്റിങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് പൈൻ ട്രീസ് ചെയ്യുന്നതെന്ന്, ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട്. അതുപോലെയാണ് ഞാൻ ഇതിലും പൈൻ ട്രീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലൗഡ്സൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നല്ലപോലെ പെർഫെക്റ്റായിട്ട് ക്ലൗഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള കളേഴ്സിന് വെച്ച് നമ്മൾ കുറേശ്ശെയായിട്ട് ട്രീസ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം ഞാൻ സ്കാർലറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. സ്കാർലറ്റ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ബ്രഷ് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രീസിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കാർലറ്റ് യൂസ് ചെയ്തു, യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ മീഡിയം യെല്ലോ കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ മീഡിയം യെല്ലോയും അതുപോലെ തന്നെ ലെമൺ യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബുഷസ് പോലെയുള്ള ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ജസ്റ്റ് ആ ഒരു തിക്കായിട്ടുള്ള റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിങ്ങനെ പോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ്റ് ഒരുപാട് തിക്കിലെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു തരുതരുന്നുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷിൽ പെയിൻറ്റ് എടുക്കുമ്പം ആ എമൗണ്ട് വളരെ കുറച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ അത് മുഴുവൻ അങ്ങനെ ബുഷസ് പോലെ ഇങ്ങനെ കൊടുക്കുവാണ്. ആ ഒരു ട്രീസൊക്കെ ഗ്രീനും എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ളൊരു കളറാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ എന്താ പറയുക, നമ്മുടെ വെസ്റ്റേൺ സൈഡിലേക്കൊക്കെ പോകുമ്പം ട്രീസിനൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് കളർ ട്രീസും കൂടെ മിക്സപ്പ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ബഞ്ചായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു പിക്ചേഴ്സൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കളേഴ്സൊക്കെ അതിൽ കിട്ടും. അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് കുറേ കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏകദേശം ട്രീസൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ട്രീസൊക്കെ നല്ലപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്പിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ട്രീസ് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ട്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് മരത്തിൻ്റെ ആ ഒരു തണ്ടൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ മരത്തിൻ്റെ ആ ഒരു സ്റ്റെം പാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴേ നമുക്ക് ആ ഒരു കളേഴ്സിൽ അത് എടുത്ത് കാണുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മരത്തിനൊക്കെ ഏകദേശം ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ആ ഒരു മരത്തിൻ്റെ കളർ അവിടെ അങ്ങനെയാണ് നമ്മൾ കുറേ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ട്രീസൊക്കെ നമ്മൾ റെഡിയാക്കി നല്ല പോലെ ഞാൻ ആ ഒരു സ്റ്റെം പാർട്ടൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ പോർഷൻ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കാനുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അവിടെ എനിക്ക് പെർഫെക്റ്റ് ആവാത്ത ഏരിയാസൊക്കെ ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കി കൊടുക്കുകയാണ്. യെല്ലോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫാൻ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി നമുക്കത് ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ഭാഗം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കളേഴ്സ് കൊടുക്കാം. നമ്മുടെ പെയിൻറ്റിങ് എന്നൊരു പ്രോസസ്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് നമുക്ക് എത്ര വേണേലും കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് ഒരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ബാക്കിയുള്ള ക്രാഫ്റ്റ് വർക്ക്സ് അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ വർക്ക് ഭംഗിയാക്കണം എന്നുള്ളത് ഒരു കണ്ടീഷൻ പോലെയാണ്. പക്ഷേ പെയിൻറ്റിങ്ങിന് അതിരുകളില്ല. ഇതിങ്ങനെ നമുക്ക് എത്ര വേണേലും ചെയ്തു പോവാം.
അതാണ് പെയിൻറ്റിങ്ങും ബാക്കിയുള്ള വർക്കുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഓരോരുത്തരുടെയും വ്യൂസ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ അതേ നമ്മൾ നല്ല രീതിക്ക് ഇവിടെ നമ്മുടെ പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള ഷെയ്ഡിങ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ ആ ഒരു ഷെയ്ഡ് വരുമ്പോൾ, ആ ഒരു ഷാഡോസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മാക്സിമം നമ്മുടെ പെർഫെക്ഷൻ നമ്മൾ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളത്തിൽ ആ ഒരു ഓളങ്ങൾ പോലെ കാണാനായിട്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. റഫ് സർഫേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻസ് ഇടുമ്പോൾ കണ്ടോ ഒരു അൺഈവൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ആ ഒരു ഓളത്തിൻ്റെ ഭംഗിയും കാണാനായിട്ട്. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ലെസ് എമൗണ്ട് വൈറ്റ് എടുത്താൽ മതി. ഒരുപാട് എടുത്ത് കട്ട കുത്തി നമ്മൾ വരയ്ക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓളത്തിൻ്റെ കളർ ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. നല്ലപോലെ ലൈറ്ററാക്കി കൊണ്ടുവരാം. കണ്ടോ, ഇതെങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. നമുക്ക് അറിയാൻ പറ്റുന്നു ആ ഒരു ഓരോ ലൈൻസ് കൊടുക്കുമ്പോഴും ആ ഒരു ഷെയ്ഡിന് വരുന്നൊരു വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞു സ്വാൻസിനെ വരയ്ക്കാൻ പോവാണ്. വളരെ കുഞ്ഞിതായിട്ട് വരച്ചാൽ മതി. ഇതൊരു വലിയൊരു ഏരിയ പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു സ്വാൻസിനെ നമുക്കിതിൽ വരച്ച് കൊടുക്കാം. ആ ഒരു വെള്ളം അതിലെന്തായാലും എന്തെങ്കിലുമൊക്കെ ജീവികൾ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിക്കാണ് ഞാൻ ഈ കുഞ്ഞു സ്വാൻസിനെ വരച്ച് കൊടുക്കുന്നത്. സ്വാനോ അല്ലെങ്കിൽ കുഞ്ഞു ബോട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എളുപ്പം വരയ്ക്കാൻ എനിക്ക് പറ്റുന്നത് സ്വാനായിരുന്നു. അപ്പോൾ സ്പീഡായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വാനിനെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബീക്ക് നമ്മൾ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വൈറ്റ് ഷെയ്ഡാണ്, ഈ വൈറ്റ് കളറാണ് സ്വാനിന് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ ഷാഡോ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വെറുതെ അൺഈവനായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഭയങ്കര ഡാർക്കർ ആക്കണ്ട, ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ലൈറ്റായിട്ട് ഇങ്ങനെ ഷാഡോ വരച്ച് കൊടുക്കുക. ഇനി ഒരു സ്വാനിനും കൂടി നമുക്ക് കുറച്ചും കൂടി നീക്കി വരച്ച് കൊടുക്കാം. അപ്പോൾ ആണ് നമുക്ക് ആ ഒരു പിക്ചർ കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഏരിയയും വെറുതെ ഇടണ്ടല്ലോ. ഒരു ലേക്കിൽ എന്തായാലും 2 സ്വാൻ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു സ്വാനിനും കൂടി ഞാൻ വരച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും മറക്കാതിരിക്കുക കേട്ടോ. പുതിയതായിട്ട് എൻ്റെ ചാനൽ വരുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.